സഫ്വാനാണ് അവള് പറയുന്നത്. എന്തായാലും ഈ പെണ്ണുങ്ങളെ കൊണ്ടിട്ട് സൗകര്യമില്ല. മറ്റുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഒരു പിഴച്ചി ഇവിടെ വന്ന് പിഴച്ചതും മതി, വല്ല ബേറെയും കടന്ന മൈരത്തിയാണ്. എനിക്ക് അങ്ങനെയെല്ലാം പോകാൻ പേടിയാണ് മോനെന്ന്. നീ അവൾ നാട്ടിൽ അടുത്താണോന്ന്? ആരുടെ അടുത്ത്? അതാ പറഞ്ഞ അവൾ വലിയ മോശമാണ്. നമുക്കൊന്ന് പൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ പോയതാണ്. എൻ്റെ മനസ്സ് സമ്മതിക്കാത്ത കാരണം ഒപ്പിട്ട് കൊടുക്കാതിരുന്നത്. അന്നേ ഒപ്പിട്ട് കൊടുത്താൽ മതിയെന്ന് ഇപ്പം തോന്നണ്. ഇവളൊക്കെ കണ്ണി കണ്ട പെണ്ണുങ്ങളൊക്കെ തെറി വിളിക്കണം കാണുമ്പോൾ. പൂട്ടേണ്ട സമയം കഴിഞ്ഞവളെ ആരും പ്രതികരിക്കുന്നില്ല ഇവൾക്കെതിരെ. ഇത് ആരാ മഞ്ജത്തിയാണോ എന്ന് മനസ്സിലായാ? നിങ്ങളെന്താണ്? ഞാൻ അന്ന് പോയി ഒപ്പിട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഒന്നും രണ്ടും തീരുമാനിക്കും. 25 വർഷമെങ്കിൽ 25 വർഷം പോലെ പോയി കിടക്കട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു പണ്ടാരത്തിന്. ഇനിയും സമയമുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണേണ് അവരെ ഒന്നും കൂടി മീറ്റപ്പ് ചെയ്യണോ വേണ്ടേന്ന്. നിങ്ങളുടെ അഭിപ്രായം പറ. ഒരു 10 പേര് അഭിപ്രായം പറ. ഞാൻ ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണോ? നീ നാട്ടിൽ നിന്ന് തന്നെ അറിയുമോ അവളെ? എനിക്കറിയുന്നില്ല. ആ ശവത്തിന് ഇവിടെ വെച്ചിട്ട് എനിക്കറിയാത്തത്. എന്താ അഹങ്കാരമാണ് അവൾക്ക്? അഹങ്കാരമൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ആളിക്കത്തണ വിളക്ക് എന്തിനാ? ഒരു വിളക്ക് ആളിക്കത്തണമെങ്കിൽ അതെന്തിനാ? ചിന്തിച്ചാൽ മതി. അണയാൻ പോണത് ആളിക്കത്തണത്. അന്ന് ഞാൻ മറന്ന പോലെ ആ ചെക്കന്മാരൊന്നും ചെയ്യട്ടെ എന്നാണ് ചോദിക്കണത്. ഇനി എന്നെ പറഞ്ഞാൽ എൻ്റെ ഇടവകയിൽ ഞാൻ അറിയിക്കും. ഇടവകയിൽ അറിയിച്ചിട്ട് എന്തേനാ? പള്ളിയിൽ മണി അടിക്കാനാ? എൻ്റെ പൊന്നമ്മൂട്ടി, ഇനി അതവിടെ നിന്നും ചാടി ഇടവകയിൽ പോയിട്ട് മണി അടിക്കാനാ? ഇത് എന്ത് ബോധത്തരോ പറയണത്? അവർ പിന്നെ അടങ്ങിയിരിക്കില്ലെന്ന്. എൻ്റെ അമ്മൂട്ടി, ഇടവകയെ പറയേണ്ട കാര്യമില്ല. ഇവളിവിടെ ദുബായി കിടക്കണം. അവൾക്ക് ഇടവക എന്തിരിക്കണം? അവൾക്ക് എന്ത് പള്ളിയും ഇടവകയായിട്ട് ബന്ധം ഇരിക്കണം? പള്ളി കണ്ടിട്ട് കുറേ നാളായും തോന്നുന്നു. അവൾ പറഞ്ഞു ഇനി അങ്ങനെ ഉണ്ടായാൽ പറയാൻ പറഞ്ഞു. അവർ പറഞ്ഞു ഇനി അങ്ങനെ ഉണ്ടായാൽ പറയാൻ പറഞ്ഞു. നീ എന്തിനും ഇനി രണ്ടാമത് പറയാൻ വേണ്ടി? നിന്നെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും. മനസ്സിലായോ? അവളത് പറഞ്ഞിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും. നല്ല കഥയായിരുന്നു. ഇടവകയെ പറഞ്ഞ പോലും. അവളെ ഇടവകയെന്നല്ല, അവളുടെ സമുദായത്തിൽ നിന്ന് തന്നെ അവളെടുത്ത് കളയണം തെണ്ടീന. നിങ്ങൾ ഇവളെന്ത് നസ്രാണിയാണ് അമ്മുക്കുട്ടി? എത്രയൊക്കെയായാലും നിങ്ങളുടെയൊക്കെ ഇതല്ലേ ഇവള്. പള്ളിയിൽ പറയാൻ പറഞ്ഞു. എന്താ കൊണ്ട് പറയാത്തേ? നീ എന്താ പറയാത്തേ? നിനക്ക് എന്തിനാ പേടി? നീ അധ്വാനിച്ചല്ലേ ജീവിക്കുന്നത്. നിനക്ക് എന്തുകൊണ്ട് പറയാൻ പാടില്ല? അവൾ ഈ പെരുമ്പാവൂരാ കിടക്കണം. നീ എവിടെ കിടക്കണത്? നീ എവിടെ ഉള്ളതാ? പറ. നിനക്ക് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റുള്ള? ഞാൻ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവൾ 25 വർഷം ഉള്ളിൽ കിടക്കും. കാണണോ നിനക്ക്? പിന്നെ ആ മക്കൾ തെണ്ടിത്തിരിഞ്ഞ് വഴി പഴച്ചു പോകും. അവൾ മക്കളെ പള്ളിയിൽ കൊച്ചെ സത്യം. എനിക്ക് പോലീസിനെ പേടി. എന്ത് പോലീസിനെ പേടി? പോലീസൊക്കെ ന്യായത്തിനുള്ളതാണ്. ഞാൻ പോകാത്ത എന്താണെന്ന് പറയുക, ഇത് ദുബായിയാണ്. ദുബായിൽ ഞാൻ കേസിന് ഒപ്പിട്ട് കൊടുത്താൽ ഇവിടെ പൂട്ടിപ്പോവും. നാട്ടിലാണെങ്കിൽ പിന്നെ അവൾക്ക് ജാമ്യമെങ്കിലും കിട്ടും. മനസ്സിലായോ? ഇവിടെ പൂട്ടിക്കഴിഞ്ഞ് 25 വർഷം അവൾ എണ്ണും. കിടക്കും ഇവിടെ തണുത്ത റൂമിൽ. കത്തോലിക്ക സഭയിൽ ഇത് ഒരാശയമായി പറയണം. നിങ്ങൾ ഏത് സമുദായക്കാരെ? ബഹ്റിൻ ഓർമ്മിപ്പിച്ചിരുന്നു ഞാൻ ഉറങ്ങട്ടെ എന്ന്. ഇപ്പം എന്നോട് പറഞ്ഞിട്ടാണ് ഉറങ്ങണതപ്പാ. അത് കൊള്ളാം. ഇപ്പോൾ ഉറങ്ങാൻ വരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഉറങ്ങുന്ന ആൾക്കാർ. കത്തോലിക്ക സഭ പറയോടോ, സഭയിൽ പറയോടോ ഇതേപോലത്തെ സ്ത്രീ വന്നിട്ട് എന്നെ ഇങ്ങനെയൊക്കെ വെടിയെന്ന് വിളിക്കുന്നു, തേവിടിച്ചെന്ന് വിളിക്കണമെന്ന് പറയോടോ. തനിക്കെന്താ തൻ്റെ സഭയെ പറയാൻ പേടി? ഇന്ന പോലത്തെ ഒരു പേര്, ബിജി TS എന്ന് പേര്, ഇന്ന ഇടവകയിലാണെന്നൊക്കെ കണ്ടെത്തി പറയറോ. അവളെ സഭയിൽ നിന്ന് പുറത്താക്കട്ടെ ഇതേപോലത്തെ തേവിടിച്ചുകളെ. ചിരിപ്പിക്കല്ലേ എന്ന്. എന്തിനാ ചിരിപ്പിക്കുക? നിങ്ങൾ ഇപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് വെച്ചിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന്.